അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖല്ലേ? നമ്മുടെ വീട്ടുമുറ്റത്ത് വീണ് കിടക്കുന്ന ഈ കരിയിലകൾ നമ്മൾ സാധാരണ എന്താ ചെയ്യാറ്? ഒന്നെങ്കിൽ അടിച്ചു വാരി കത്തിച്ചു കളയും, അല്ലെങ്കിൽ കുഴിച്ചു മൂടും. എന്നാൽ ചെടികൾക്ക് ഇത് സ്വർണ്ണമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? മുടി ഉണ്ടെങ്കിൽ ചാച്ചും ചെരിച്ചൊക്കെ കെട്ടാന്ന് പറഞ്ഞ പോലെ കരിയില ഉണ്ടെങ്കിൽ നമ്മുടെ ഗാർഡനിലേക്ക് ഒരുപാട് സംഭവങ്ങൾ ചെയ്യാൻ പറ്റൂട്ടോ. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. 5 മെയിനായിട്ടുള്ള 5 കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതുവരെ കരിയില അടിച്ചു വാരി കൊണ്ടുവരുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അതും കൂടി ഈ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ റൂമിൻ്റെ ജനൽ തുറന്ന് കാണുന്ന ഒരു വ്യൂ ആണിത്. നമ്മുടെ അപ്പുറത്തെ വീട്ടിലത്തെ തച്ചപ്പള്ളിയിലത്തെ മുറ്റം. അവിടെ എന്നെ കാത്തിട്ട് കുറേ കരിയില അവിടത്തെ ചേട്ടനാണ് കേട്ടോ അവിടെ മുറ്റടിച്ച് വാരിയിട്ട് ഈ കരിയിലൊക്കെ കൂട്ടിയിടുക. അപ്പോൾ അവിടെ അങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് ഒരു ദിവസം പോയിട്ട് ഞാൻ ആ കരിയിലൊക്കെ ഇതുപോലെ ചാക്കിലാക്കിയിട്ട് വീട്ടിൽ കൊണ്ടുവരും. പിന്നെ അത് വെച്ചിട്ടുള്ള കലാപരിപാടികളാണ് കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിൽ ഇഷ്ടംപോലെ കരിയിലുണ്ട് മാവിൻ്റെ. അപ്പോൾ അതും വെച്ചിട്ട് ഞാൻ ഓരോന്ന് ചെയ്യാറുണ്ട്. അപ്പം നമ്മുടെ വീടും പരിസരമൊക്കെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കാനൊക്കെ പറ്റും. കരിയില വെച്ച് ചെയ്യാവുന്ന 5 കാര്യങ്ങൾ നമുക്ക് കാണാം. ഗ്രോ ബാഗിലാണെങ്കിലും ചട്ടിയിലാണെങ്കിലും നമ്മൾ ചെടി നടുന്ന സമയത്ത് ഈ ഒരു ചട്ടിയുടെ പകുതിയോളം നല്ല 3/4 ഭാഗത്തോളം നമ്മളിതുപോലെ കരിയില നിറച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് കൂടുതൽ മണ്ണ് ഉപയോഗിക്കാതെ തന്നെ ചെടി നടാൻ പറ്റുന്ന നല്ലൊരു സൂത്രമാണ് കേട്ടോ. മണ്ണില്ലാത്തവർക്കൊക്കെ ഇത് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ എൻ്റെ എല്ലാ ചെടികളും പച്ചക്കറികളും ഒക്കെ നടുന്നത് ഈ ഒരു മെത്തേഡിലാണ് കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിലും അപ്പുറത്തെ വീട്ടിലൊക്കെ ഇഷ്ടംപോലെ മാവിൻ്റെ കരിയിലകളാണ് ഉണ്ടാവാറ്. പ്ലാവിൻ്റെ പിന്നെ വേറെ മരങ്ങളുടെ ഒന്നും കരിയില ഉണ്ടാവാറില്ല. ഇതുപോലെ മാവിൻ്റെയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് നിറച്ച് കൊടുക്കുക. ഇതിപ്പോൾ ചട്ടിയിലാണ് നടുന്നത്, ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ നമ്മൾ ചാക്കിലൊക്കെയാണ് നടുന്നത് വെച്ചെങ്കിലും ഇതുപോലെ അതിൻ്റെ 3/4 ഭാഗത്തോളം ഇതുപോലെ കരിയില നിറച്ച് അതിൻ്റെ ഇടയിൽ ചെറുതായിട്ട് ഇങ്ങനെ മണ്ണിട്ട് കൊടുക്കണം കേട്ടോ. അപ്പം നമുക്കത് പെട്ടെന്ന് തന്നെ ദ്രവിച്ച് കിട്ടും. എന്നിട്ടാണ് നമ്മൾ ഇതിൽ ചെടി നടാൻ പോകുന്നത്. ഇപ്പം ഞാൻ ഒരു ചെറിയൊരു പോട്ടിൽ ചെടി പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇതിലേക്ക് നടാൻ പോകുന്നത് കേട്ടോ. ഇത് ജമന്തിയുടെ തൈയാണ് കേട്ടോ. അത് ഞാൻ നമ്മുടെ ബൊക്കയിൽ നിന്ന് പിടിപ്പിച്ചതാണ്. അപ്പോൾ അത് ഇതേപോലെ ഇത്രയൊക്കെ വളർന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ നിറച്ച് ഉറുമ്പായത് കാരണം ഞാനിതാ നമ്മുടെ ഉറുമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ ഉറുമ്പുകളൊക്കെ പോയി. ഇനിയിപ്പോൾ അത് നമുക്ക് കൊട്ടിയിട്ട് ആ ഒരു ചട്ടി ഇതുപോലെ വേരിളകാതെ നമുക്ക് ഈ ഒരു ചട്ടിയിലേക്ക് മാറ്റാം കേട്ടോ. ഇത് ചട്ടിയിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് അത്യാവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് അതുപോലെ തന്നെ തണലത്തൊക്കെ വെച്ച് വേരൊക്കെ പിടിച്ച് വരുമ്പോൾ നമുക്ക് വെയിലത്തേക്ക് മാറ്റി വെക്കാവുന്നതാണ്. അപ്പം നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഇതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ പുതയിടാണ് നമ്മൾ ചെയ്യുന്നത്. കരിയില കൊണ്ട് നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമാണ് ഈ പുതയിടലിട്ട. അപ്പോൾ ഇത് ഇടുന്നത് നമ്മൾ എങ്ങനെയെന്ന് വെച്ചാൽ എല്ലാ ചെടികളുടെയും കടക്കൽ ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇതെന്തിനാണ് ഇടുന്നത്? വേനൽക്കാലത്തൊക്കെ നമ്മുടെ ചെടികൾ പെട്ടെന്ന് വാടിപ്പോവും. നനച്ച് കഴിഞ്ഞാലും ഇതിന് നല്ല വാട്ടം ഉണ്ടാകും. കുറച്ച് നേരം കഴിഞ്ഞാൽ വെയിൽ കൂടുന്നതിനനുസരിച്ചിട്ട് അത് ഇങ്ങനെ വാടി നിൽക്കുന്നത് കാണാം. അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ടാണ് ഈ പൊത ഇടുന്നത്. അപ്പോൾ നനച്ചു കൊടുക്കുമ്പോൾ ആ ഇലകളിലൊക്കെ വെള്ളം തങ്ങിപ്പിടിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ചെടികൾക്ക് ആവശ്യാനുസരണം വെള്ളം കിട്ടുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ചെടികളുടെ കടക്കൽ വരുന്ന പുല്ലുകളൊക്കെ അതൊന്നും ഈ പൊതയിടുന്നത് വഴി മുളച്ച് വരില്ല. അപ്പോൾ മണ്ണിലെ ഈർപ്പം നിലനിർത്താനും കളകൾ വരുന്നത് തടയാനൊക്കെ ഇത് നല്ലതാണെന്നാണ് ഈ പൊതയിടുന്നതിൽ കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ എൻ്റെ ഗാർഡനിലെ എൻ്റെ പച്ചക്കറി തോട്ടത്തിലെ എല്ലാ ചെടികൾക്കും ഇതുപോലെ പൊതയിട്ട് കൊടുത്തിട്ടുണ്ട്. കരിയിലയിൽ തന്നെയാണ് ഞാൻ ചെടി നട്ടിട്ടുള്ളതും. അതുപോലെ തന്നെ അത് താഴ്ന്ന് വരുന്നതിനനുസരിച്ച് ഞാൻ വീണ്ടും കരിയില ഇട്ട് കൊടുക്കും. നമുക്ക് വേപ്പിൻ്റെ ചോട്ടിലായാലും അതുപോലെ എല്ലാ പച്ചക്കറിയുടെ ചോട്ടിലും ഞാനിതുപോലെ പൊതയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ കഠിന വേനലിലും എൻ്റെ ചെടികളൊക്കെ വളരെ ഉഷാറായിട്ടാണ് നിൽക്കുന്നത്. മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് കരിയില കൊണ്ട് കമ്പോസ്റ്റ്. ഇതെപ്പോഴും ഞാൻ എൻ്റെ ചെടികൾക്ക് വളമായിട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് പറയാറുണ്ട് കരിയില കൊണ്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന വിധം. അത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ചാക്ക് എടുക്കാം. നമ്മുടെ ചാക്കിൽ നിറച്ചും കരിയില ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ കരിയില മാത്രമുള്ള കമ്പോസ്റ്റാണ്. അപ്പോൾ നമ്മൾ കരിയിലയും പിന്നെ ഇടയിൽ കുറച്ച് മണ്ണും കൂടിയിട്ട് മാത്രമാണ് ഇടുന്നത് കേട്ടോ. പച്ചക്കറി കമ്പോസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ, പച്ചക്കറിയുടെ വേസ്റ്റ് കൊണ്ടുള്ള കമ്പോസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഇതുപോലെ പച്ചക്കറി ഇട്ട് കൊടുക്കുക. പിന്നെ കരിയില ഇതിൻ്റെ ഇടയിൽ കുറച്ച് ഇട്ട് കൊടുക്കുക.
അതും അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. നമ്മളെ പച്ചക്കറിയിലുള്ള ഇങ്ങനെ അളുത്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുമല്ലോ, അപ്പോൾ ആ ഒരു ഈർപ്പം വലിച്ചെടുക്കാൻ കരിയില വളരെ നല്ലതാണ്. കരിയില മാത്രം ചാക്കിൽ കെട്ടി വെച്ചാൽ നമുക്ക് കമ്പോസ്റ്റായി കിട്ടാൻ കുറേ ടൈം പിടിക്കും. അതിൻ്റെ ഇടയിലേക്ക് ഇതുപോലെ മണ്ണും കൂടി ഇട്ട് കൊടുക്കണം. ഒരു പിടി മണ്ണും കൂടി ഇട്ട് കൊടുക്കുക. കരിയില ഇട്ട് കൊടുക്കാം. കുറച്ച് കരിയില നിറച്ചതിന് ശേഷം പിന്നെ ഒരു ലെയറായിട്ട് ഇച്ചിരി മണ്ണിട്ട് കൊടുക്കാം. എന്നിട്ടത് ചാക്ക് നന്നായിട്ട് നിറയുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല പുളിച്ച കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് നല്ല ചാണകം പുളിപ്പിച്ചിട്ട് അത് ഒഴിച്ചു കൊടുക്കാം. അതും അല്ലെങ്കിൽ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താലും നമുക്ക് നിന്നിട്ട് കെട്ടി വെച്ചാലും നല്ലൊരു കമ്പോസ്റ്റ് കിട്ടും കേട്ടോ. ഞാനിതുപോലെ തന്നെ വേറൊരു ചാക്കിലും ഇതുപോലെ കരിയിലകളും നമ്മൾ അടിച്ചു വാരി കൂട്ടിയ എല്ലാ ചപ്പുചവറൊക്കെ കൂട്ടിയിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി അത് കമ്പോസ്റ്റാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അതുപോലെ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഇത് നന്നായിട്ട് കെട്ടിയിട്ട് നമ്മളൊരു മൂലക്ക് എടുത്ത് വെക്കാം. അപ്പുറം ഇപ്പുറം മറിച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല, നമ്മളൊരു സൈഡിൽ എടുത്ത് വെച്ചാൽ മതി. ഇനി നമുക്ക് ഈ കരിയിലകൾ കത്തിച്ചാൽ കിട്ടുന്ന നമ്മുടെ ഈ ചാരം ഉണ്ടല്ലോ, അത് നമുക്ക് ചെടികൾക്ക് നല്ല അടിപൊളി വളമാണ് കേട്ടോ. നമ്മുടെ എല്ലാ ചെടികൾക്കും നല്ല അടിപൊളിയായിട്ട്, പച്ചക്കറികൾക്കാണെങ്കിലും നന്നായിട്ട് പച്ചക്കറിയൊക്കെ ഉണ്ടാവാനും അതുപോലെ തന്നെ പൂച്ചെടികളിൽ നന്നായി പൂക്കളൊക്കെ ഉണ്ടാവാനൊക്കെ ഈ ചാരം വളരെ നല്ലതാണ്. നമ്മൾ ചെടി നടുമ്പോൾ തന്നെ ഇത് ചാരം ചേർത്തിട്ട് ചെടി നടുകയാണെങ്കിൽ കപ്പ, അതുപോലെ തന്നെ കൂർക്ക, പിന്നെ നമ്മുടെ ഏത് ചെടികൾക്കായാലും ചാരം ചേർത്തിട്ട് നമ്മൾ നടുകയാണെങ്കിൽ നല്ലതാണ്. ഞാൻ ഈ ചാരം നമ്മുടെ കഞ്ഞിവെള്ളത്തിൽ കലക്കിയിട്ടും ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പയറിനൊക്കെ നല്ലതാണ് കേട്ടോ ചാരം ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് പയറുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കറിയുടെ മുകളിലൊക്കെ ഉണ്ടാകുന്ന ഉറുമ്പുകളില്ല, അതിനൊക്കെ മാറ്റാൻ ഈ ചാരം വിതറി കൊടുക്കുന്നത് നല്ലതാണ്. ഞാനിവിടെ വേപ്പിൻ്റെ മുകളിൽ വരുന്ന കീടങ്ങളൊക്കെ അകറ്റാൻ ഇതുപോലെ ചാരം വിതറി കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ബോഗൺവില്ല നന്നായി പൂക്കൾ നിറയാനും ചാരം മാത്രം മതി. അതിൻ്റെ കടക്കല മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് ചാരം ഒരു പിടി ഇട്ട് കൊടുത്താൽ നന്നായിട്ട് പൂക്കളുണ്ടാവും കേട്ടോ. ഫസ്റ്റ് നമ്മുടെ ചട്ടിയിൽ ബോഗൺവില്ലയുടെ താഴെ ഇങ്ങനെ മുളച്ച് വന്നിട്ടുള്ള പുല്ലുകളൊക്കെ പറിച്ച് മാറ്റണം. എന്നിട്ട് അതിൻ്റെ മണ്ണൊക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ചെയ്യുന്നത് ബോഗൺവില്ല എപ്പോഴും പൂക്കൾ നിറഞ്ഞിരിക്കാൻ നല്ലതാണ്. ഇപ്പം നല്ല കഠിന വേനലുള്ള സമയത്ത് ബോഗൺവില്ലയിലൊക്കെ നിറച്ച് പൂക്കളെല്ലായിരിക്കും. അപ്പം നമ്മൾ സാധാരണ ചട്ടിയിലൊക്കെ നട്ടതിന് ഇതുപോലെ പെട്ടെന്ന് പൂക്കൾ ഉണ്ടാവാൻ ഭയങ്കര പണിയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ മണ്ണിളക്കി കൊടുത്തിട്ട് നമ്മുടെ കരിയിലയുടെ ചാരം തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. വേറെ പ്ലാസ്റ്റിക് കത്തിച്ച ചാരമൊന്നും നമ്മുടെ ഇങ്ങനത്തെ ചെടികൾക്കൊന്നും ഇട്ട് കൊടുക്കാൻ പാടില്ലേ. അപ്പോൾ അത് പ്രത്യേകം കരിയില കൊണ്ടുള്ള ചാരം ആയതുകൊണ്ടാണ് ഞാനിത് എടുത്ത് പ്രത്യേകം കാണിക്കുന്നത് കേട്ടോ. ഒരുപാട് തവണ കാണിച്ചിട്ടുള്ളതാണ്, എന്നാലും ഒന്നും കൂടി കാണിക്കുന്നു എന്ന് മാത്രം. ഇതുപോലെ മണ്ണിളക്കിയിട്ട് കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. നന്നായി പൂക്കളുണ്ടാവും. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതുവരെ പറഞ്ഞിട്ടില്ലാത്തതും ഞാനിതുവരെ പരീക്ഷിച്ച് നോക്കിയിട്ടില്ലാത്തതുമായ ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഈ കരിയില വെച്ചിട്ടുള്ള അഞ്ചാമത്തെ ടിപ്പ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്, നമുക്ക് ബക്കറ്റ് എടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഒഴിവായിട്ടിരിക്കുന്ന നമ്മൾ പ്ലാസ്റ്റിക് ടിന്നുകളോ അങ്ങനെ എന്തെങ്കിലും അതൊക്കെ എടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഇതുപോലെ കരിയില ഇട്ട് കൊടുക്കാം. കരിയില നന്നായിട്ട് നിറച്ചതിന് ശേഷം, ഇത്രയും നിറക്കണമെന്നൊന്നുമില്ല, ഒരു പകുതിയോളം നിറച്ചാൽ മതി, കുത്തി നിറക്കണമെന്നില്ല കേട്ടോ. നന്നായിട്ട് വെള്ളം ഒഴിക്കുക. വെള്ളം ഫുള്ള് ആ ഒരു പാത്രം നിറയുന്ന രീതിയിൽ, കരിയിലകൾ മുങ്ങിക്കെടുക്കുന്ന രീതിയിൽ ഫുള്ള് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 5 ദിവസം ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് ആ ഒരു വെള്ളം നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പൂച്ചെടികൾക്കായാലും പച്ചക്കറികൾക്കായാലും ഒക്കെ നല്ലതാണ് കേട്ടോ. നല്ല നൈട്രജൻ വളമാണ് ഇതിലടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ കരിയിലകൾ വളരെ നിസ്സാരമല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഇപ്പോൾ കരിയില ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നടാനായാലും വളമായാലും കീടനാശിനികളായാലും തന്നെ എല്ലാ രീതിയിലും നമുക്ക് കരിയില ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇനി കരിയിലകളെ നമ്മൾ നിസ്സാരമാക്കി കളയണ്ട. നമ്മൾ പെട്ടെന്ന് തന്നെ കരിയില വെച്ചിട്ട് ഒരു അടിപൊളി ഒരു പച്ചക്കറി തോട്ടമോ അല്ലെങ്കിൽ ഒരു പൂന്തോട്ടമോ ഒക്കെ നമുക്ക് സെറ്റാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ തന്നെയാണ് അതിന് മെയിനായിട്ടുള്ളൊരു ഉദാഹരണം. അപ്പോൾ ഇതുണ്ട എല്ലാ ഗ്രോ ബാഗുകളിലും ഫുള്ളും കരിയിലകളാണ്. മണ്ണില്ലാത്ത എനിക്കിതാ എന്തോരം പച്ചക്കറികളാണ് ഉള്ളതെന്നറിയോ. അപ്പോൾ ഇഷ്ടം പോലെ പച്ചക്കറികളുണ്ട്, പൂച്ചെടികളാണെങ്കിൽ പൂച്ചെടികളുമുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. ഈ ടയറിനുള്ളിൽ തന്നെ ഞാൻ ഫുള്ള് കരിയില നിറച്ചിട്ടാണ് മുളക് തൈ നട്ടത്. ഇപ്പം നോക്കിക്കേ, ഈ
മണ്ണ് നോക്കിയൊക്കെ നല്ല കറുത്തിട്ടാണ് ഇരിക്കുന്നത്. നല്ല കമ്പോസ്റ്റ് രൂപത്തിലുള്ള മണ്ണായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് വീണ്ടും കരിയിലകൾ നിറക്കാൻ പോവാണ്. ഈ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് അതിലെ പുല്ലൊക്കെ ഒന്ന് മാറ്റി ഞാൻ വീണ്ടും കരിയില നിറച്ചിട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ കരിയില എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വർണ്ണത്തിന് തുല്യമാണ്. അപ്പോൾ നമുക്കിത് നല്ല അടിപൊളിയായിട്ട് നല്ല വളർച്ചയും ചെടികൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഇതൊക്കെ ചെയ്തോട്ടാം. അപ്പം നമ്മുടെ വീടും പരിസരവും വൃത്തിയാവുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഒരു കാര്യം. പിന്നെ അതിൽ നിന്ന് നമുക്ക് ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇനി കരിയിലകൾ കത്തിച്ച് കളയുന്നതിന് മുന്നേ അല്ലെങ്കിൽ കുഴിച്ചു മൂടുന്നതിന് മുന്നേ ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കുകയും ചെയ്യണം. അപ്പോൾ അതുവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.